ഹായ് ഫ്രണ്ട്സ്, പ്രൈം പച്ചബസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ നട്ടു വളർത്തി വെള്ളമൊക്കെ ഒഴിച്ച് നോക്കിയെടുത്തിരുന്ന വാഴക്കുല നന്നായിട്ട് വിളഞ്ഞു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളത് മുറിച്ചെടുക്കാൻ പോവുകയാണ്. ആ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഇന്ന് ക്ഷണിച്ചിരിക്കുന്നത്. വാഴ മുറിക്കാൻ എത്തിയപ്പോഴത്തേക്കും നല്ല നീണ്ട വാഴയിലേക്ക് ഇതിനകത്ത് നിൽപ്പുണ്ട്. അപ്പോൾ വാഴയില നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതെടുത്തുകൊണ്ട് പോയി അതിൽ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിനായിട്ടുള്ള റെസിപ്പിയൊക്കെ അതിനകത്ത് വെച്ച് റെഡിയാക്കി എടുക്കുന്ന കാഴ്ചകളൊക്കെയാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വാഴ മുറിക്കാൻ വന്നപ്പോൾ കിട്ടിയ ഒരു ആശയമാണ്. എന്തായാലും നമുക്ക് ഈ വാഴക്കുല മുറിച്ചെടുക്കാം. പോയാലോ നമ്മുടെ വീഡിയോയിലേക്ക്. കൂട്ടുകാരെ, നമ്മൾ ആദ്യമായിട്ട് ഈ വിളയിൽ നട്ടു വളർത്തിയെടുത്ത വാഴക്കുലയാണ്. ഇതാണ് വാഴപ്പിണ്ടി. മഴ നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള കൊലയൊക്കെ നമുക്ക് അതിന്റെ സമയമാകുമ്പോഴത്തേക്കും അതിൽ നിന്ന് വെട്ടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊന്നും അല്ല നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. വാഴ മുറിക്കാൻ പോയപ്പോഴത്തേക്കും നമുക്ക് നീളമുള്ള 2-3 ഇലകൾ കിട്ടി. അപ്പോൾ ഇല കൊണ്ടുവന്നിട്ട് അതിന്റെ പുറത്ത് വെച്ചിട്ട് കുറച്ച് മസാലക്കൂട്ടൊക്കെ ചേർത്ത് ഒരു ഫുൾ കോഴി ഒന്ന് പൊരിച്ചെടുക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് നമ്മുടെ കാഴ്ചകളിലേക്ക് പോകാം നമ്മുടെ വീഡിയോയിലേക്ക്. മുഴുവനായിട്ട് നടത്തിപ്പിടിച്ച കോഴിയൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇതൊരു വെറൈറ്റി ആയിട്ട് നമ്മളൊന്ന് ചെയ്യുകയാണ്. നമുക്ക് നോക്കാം മസാല കൂട്ടുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കി കാണാം. ഓക്കെ, മുഴുവനായിട്ടൊരു ചിക്കൻ നമ്മളിന്ന് പൊരിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അതിലേക്ക് പുരട്ടുന്നതിനായിട്ടുള്ള മസാല തയ്യാറാക്കാനായി പോവുകയാണ്. ഒരു വെറൈറ്റി മസാലയാണ്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം എന്താ, മുളക് പൊടിയാണ് എടുക്കുന്നത്. ഒരു ഫുൾ ചിക്കനാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതാ 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അടുത്ത് നമുക്ക് കുരുമുളക് പൊടി, നമ്മുടെ ബ്ലാക്ക് പെപ്പർ, ഇടുക്കി ഗോൾഡ് എന്നറിയപ്പെടുന്ന നമ്മുടെ കുരുമുളക് പൊടി, ചെറിയ 2 സ്പൂൺ ഇടുക്കി ഗോൾഡ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ സവാള അരച്ചു വെച്ചത്, ഒരു സവാളയാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു സവാള അരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തീർന്നിട്ടില്ല, നമ്മുടെ മസാല കൂട്ടുകൾ തീർന്നിട്ടില്ല. ഇറച്ചിയൊക്കെ കറി വെക്കാൻ ഉപയോഗിക്കുന്ന ഇറച്ചി മസാല അത് 1 ടീസ്പൂൺ ഇടുക. മല്ലിപ്പൊടി, ഒരല്പം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിനകത്തേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഇങ്ങനെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. ഒരു നാരങ്ങ മുഴുവൻ വേണ്ട, അതിന്റെ പകുതി എടുത്തിട്ടുള്ളൂ. പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നാരങ്ങ പിഴിഞ്ഞു വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിനകത്തുള്ള കുരുവൊന്നും ഇതിനകത്ത് വീഴാൻ പാടില്ല. കുരു വീണിട്ടുണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞേക്കുക. ഇനി പ്രധാനപ്പെട്ട ഒരാളെ ചേർത്തിട്ടില്ല, നമ്മുടെ ഉപ്പിനെ കൂടി എടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും ഉപ്പാണ് ഇതിൽ ചേർക്കുന്നത്. ഇത്രയും വലിയ കോഴി ആയതുകൊണ്ട് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇവിടെ ചേർത്തിരിക്കുകയാണ്. സ്പെഷ്യൽ ഐറ്റം, നല്ലൊരു കോഴിയുടെ മുട്ട. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മസാലയ്ക്കായിട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. നമ്മുടെ മസാല ഇവിടെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആവുന്നതിനായിട്ട് വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. നമ്മുടെ കയ്യിലുള്ള പിച്ചാത്തി വെച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക. വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മസാല അതിലേക്ക് തേച്ച് പിടിപ്പിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇതിന്റെ ടേസ്റ്റ് ഒക്കെ കഴിച്ചു നോക്കിയിട്ട് പറയുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒരു പരീക്ഷണമാണ്. അപ്പോൾ ഇവനെ നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചെടുത്തു. അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ, ഏതാണ്ട് 1 മണിക്കൂർ വരെ നമ്മൾ ഈ വാഴ ഇലക്കകത്ത് തന്നെ പൊതിഞ്ഞ് വെക്കും. അതാണ് ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. 1 മണിക്കൂറോളം ഈ വാഴ ഇലക്കകത്ത് തന്നെ പൊതിഞ്ഞ് വച്ചതിന് ശേഷമാണ് നമ്മൾ ഇന്ന് ഇവനെ പൊരിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനെ പൊരിക്കാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടെ ഇതിന്റെ കരളും അതിനെയും കൂടി നമ്മൾ മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ കോഴി ഇതാ ഇവിടെ ഇങ്ങനെ റെഡിയായി. നമ്മൾ ഏത് ഇലയിൽ വെച്ചാണോ ഇതിനെ മസാല പുരട്ടിയെടുത്തത് ആ ഇലയിൽ തന്നെ പൊതിഞ്ഞ് കെട്ടി വെക്കാനായി പോവുകയാണ്. നമ്മൾ ആ പാത്രത്തിനകത്ത് തന്നെ ഈ വാഴയിലയിൽ പൊതിഞ്ഞ് കോഴിയെ എടുത്ത് മാറ്റി വെക്കാനായിട്ട് പോവുകയാണ്. 1 മണിക്കൂർ മാരിനേഷന് വെച്ചൊക്കെയാണ് കേട്ടോ. മാരിനേറ്റ് ചെയ്തിട്ട് 1 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഇവനെ പൊരിക്കാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് 2 ആൾക്കാരെ കൂടി ചേർക്കാനുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. അപ്പോൾ അതുകൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അതുകൂടെ ചേർത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഇപ്പോൾ തന്നെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി ഫ്രൈ ചെയ്യുന്ന കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത്. ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. ഗോൾഡ് വിന്നറിന്റെ സൺഫ്ലവർ ഓയിലാണ് ഇന്നത്തെ ചിക്കൻ പൊരിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അടുപ്പത്ത് ചീനിച്ചട്ടിയെല്ലാം വെച്ചത് വെളിച്ചെണ്ണ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ തിളച്ചു വന്നതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനെ അതിനകത്തേക്ക് മുക്കി ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. പോയാലോ? കിലോ ഗോൾഡ് വിന്നറിന്റെ സൺഫ്ലവർ ഓയിലാണ് ചിക്കൻ പൊരിച്ചെടുക്കുന്നതിനായിട്ട് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് എത്ര ലൈക്ക് ആവുന്നൂടി ഒന്ന് നോക്കട്ടെ. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനെ ഫുള്ളായിട്ട് എടുത്ത് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഇതിനകത്ത് മുഴുവനായിട്ട് ഈ പാത്രത്തിനകത്ത് ഈ ചിക്കൻ മുങ്ങി കിടക്കത്തില്ല. അതുകൊണ്ട് തന്നെ മറിച്ചും തിരിച്ചുവിട്ടാണ് നമ്മളിതിനെ ഫ്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ ലിവർ പാർട്സ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ലിവർ പാർട്സ് ബാക്കി വന്ന മസാല കളയണ്ട, അത് നമുക്കിതിനകത്തേക്ക് തന്നെ തേച്ച് നന്നായിട്ട് വെച്ച് കൊടുക്കാം. 2 സ്പെഷ്യൽ ആളെ കൂടി നമ്മൾ ചേർക്കുകയാണ്. ഒരു പഴുത്ത പച്ചമുളക് വെറൈറ്റിയിലുള്ള 2 മുളകുകൾ നമ്മളിതാ ഇതിനകത്തേക്ക് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അതുകൂടെ ആകുമ്പോഴത്തേക്ക് നമ്മൾ റെസിപ്പീൻ്റെ കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻസും കംപ്ലീറ്റ് ആവുന്നതാണ്. ഓക്കെ, രണ്ട് പച്ചമുളക് മാത്രമാണ് ചേർത്തിട്ടുള്ള. ആവശ്യത്തിന് എരി നമ്മൾ നേരത്തെ തന്നെ ചേർത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ആ മുളകിൻ്റെ ആ ഒരു ഫ്ലേവർ കൂടി ഇതിനകത്തേക്ക് കിട്ടുന്നതിനായിട്ടാണ് ക്രിസ്പായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്ത പച്ചമുളകുകൾ കൂടി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്തിരിക്കുന്നത്. കുറച്ച് നേരം ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മളിതാ ഇങ്ങനെ ഇതിനെ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. മൊത്തത്തിൽ ഒരുമിച്ച് കടന്ന് വേകാനായിട്ടുള്ള സ്ഥലമില്ലാത്തതുകൊണ്ടാണ് വീണ്ടും തിരിച്ചിട്ട് കൊടുത്തത്. എന്നിട്ട് 2 വശങ്ങളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കുക. ഏതാണ്ട് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ അടുപ്പിച്ച് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തതിന് ശേഷം തിരിച്ചെടുക്കാവുന്നതാണ്.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മളപ്പോൾ അതിനോടൊപ്പം കഴിക്കാനായിട്ട് നല്ല അടിപൊളി നാടൻ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പയും ചിക്കൻ ഫ്രൈയും കൂടിയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇത് ഒരു കുക്കറി ഷോ ആയിട്ട് ചെയ്തതല്ല. രാവിലെ ഇങ്ങനെ മനസ്സിൽ തോന്നിയപ്പോൾ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഒരു കണ്ടൻറ്റായിട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ലൈക്ക് കൂടി തന്ന് വീഡിയോ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഇത്തരത്തിൽ പുതിയ വീഡിയോകളായിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി സൈനിങ് ഓഫ് ട്രൈംഫ് അച്ചീവേഴ്സ്, എ ചാനൽ ബൈ അരുൺ. ബൈ.